ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 42-ാം ദിനം. ഇന്നത്തെ ചിന്താവിഷയം, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഇതിനാധാരമായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ലാസറിൻ്റെ മരണവും ഉയിർപ്പുമാണ് ഈ അധ്യായത്തിൽ ഉടനീളം. ആദ്യ ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവും ലാസറുമായുള്ള സ്നേഹമെന്ന്. മരണത്തിനപ്പുറവും ലാസറിനെ തേടി വരുന്ന നല്ല സ്നേഹിതനാണ് ക്രിസ്തു. അത്തരത്തിലൊരു സ്നേഹബന്ധം നമുക്കുണ്ടോ? ക്രിസ്തു സ്നേഹിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? 25-26 വാക്യങ്ങളിലെ ക്രിസ്തുവിൻ്റെ ചോദ്യം മാർത്തയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു. പുനരുത്ഥാനം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അതിന് നമ്മൾ യോഗ്യരാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ താൻ മാത്രമാണ് പുനരുത്ഥാനമെന്നും തന്നിലൂടെ മാത്രമേ പുതിയ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കർത്താവ് പഠിപ്പിക്കുന്നു. ഈ നോമ്പ് നാളുകളിൽ അടിയുറച്ച വിശ്വാസത്തിനും ക്രിസ്തു സ്നേഹിക്കുന്ന വ്യക്തികളായും തീരാൻ നമുക്ക് സാധിക്കട്ടെ.